ഹായ് ഓൾ, എല്ലാവർക്കും എയർ ജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭ്രമയുഗം കണ്ടു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ പോയി കണ്ടു. ആ ഒരു പടത്തെക്കുറിച്ച്, ഭ്രമയുഗത്തിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എയർ ജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭ്രമയുഗം ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയതിന്റെ അന്ന് മുതൽ, ഒരു മനയുടെ ഒരു പോസ്റ്ററൊക്കെ ആദ്യം പുറത്തു വിട്ടിട്ടില്ലായിരുന്നു ഭ്രമയുഗത്തിന്റെ, അന്ന് മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു സിനിമയുടെ റിലീസിനായിട്ട്. അതായത് മമ്മൂക്ക വില്ലൻ വേഷത്തിലൊക്കെ വരുന്നു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും എന്റെ ആകാംക്ഷ എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു രീതിയിലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു കാത്തിരിപ്പിന് ഇന്ന് അവസാനമായി. ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട പേര് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ രാഹുൽ സദാശിവന്റേതാണ്. നമ്മുടെ പുലിമുരുകൻ സിനിമയ്ക്കകത്ത് ലാലേട്ടനെ ചേർത്ത് പിടിച്ചിട്ട് പറയത്തില്ലേ, ലക്ഷത്തിൽ ഒന്നേ കാണും വിട്ട് കളയരുതെന്ന്. അതേ കണക്ക് രാഹുൽ സദാശിവനെ ചേർത്ത് പിടിച്ചിട്ട് പറയണം, വിട്ട് കളയരുത്. മോളിവുഡ് ഇൻഡസ്ട്രി ഇദ്ദേഹത്തെ വിട്ട് കളയരുത്. തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു അസറ്റാണ് അദ്ദേഹം. മാൻ, എന്തുവാണ് നിങ്ങൾ അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ സ്വന്തം അഭിമാനമായിട്ടുള്ള മമ്മൂക്കയെ നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് പ്രസന്റ് ചെയ്തേക്കുന്നത്? ബ്രില്യന്റ്. അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് നിങ്ങളുടെ ഈ ഒരു മേക്കിങ്ങിനെ പ്രശംസിച്ചുകൊണ്ട് ഒന്നും പറയാൻ സാധിക്കത്തില്ല. ബ്രില്യന്റ്. പണ്ട് ഒടിയൻ എന്ന സിനിമയ്ക്ക് ഞാൻ എന്ത് പ്രതീക്ഷിച്ച് അന്ന് തിയേറ്ററിലേക്ക് പോയോ, അന്ന് എന്തെനിക്ക് അവിടെ നിന്ന് കിട്ടാതെ പോയോ, ആ ഒരു സാധനം ഭ്രമയുഗം എന്ന സിനിമയിൽ എനിക്ക് കിട്ടി. ഞാൻ എന്ത് ഒടിയൻ എന്ന സിനിമയിൽ പ്രതീക്ഷിച്ചോ ആ ഒരു സാധനം, അതിന്റെ എക്സ്ട്രീം ലെവലിൽ എനിക്ക് ഭ്രമയുഗം എന്ന സിനിമ തന്നു. അന്ന് കിട്ടാതെ പോയ ആ ഒരു സംതൃപ്തി എനിക്ക് ഇന്ന് ഈ ഒരു ഭ്രമയുഗം എന്ന സിനിമ തന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ ഒരു സിനിമ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ മമ്മൂക്ക, അർജുൻ അശോകൻ, അതേ കണക്ക് സിദ്ധാർത്ഥ് ഭരതൻ. ഈ മൂന്ന് പേര് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. മമ്മൂക്ക, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇനി എന്താണ് പറയേണ്ടത്? ഒരു ആക്ടിങ്ങിന്റെ ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്തരത്തിലുള്ള ഒരു പ്രതിഭയെ കുറിച്ചിട്ട് ഞാനിനി എന്താണ് പുകഴ്ത്തി പറയേണ്ടത്? ഇനി ഒന്നും പറയാനായിട്ടില്ല. അദ്ദേഹത്തിന്റെ ബെസ്റ്റ്, ആ ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ നിങ്ങൾ ഞെട്ടും. നിങ്ങളൊരു മമ്മൂക്ക ആരാധകനാണെങ്കിൽ, മമ്മൂക്കയുടെ മികച്ച കഥാപാത്രങ്ങൾ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ ഞെട്ടും. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് മമ്മൂക്ക ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കൂടുതൽ ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കത്തില്ല, കാരണം അതൊരു വലിയൊരു സ്പോയിലർ ആയിട്ട് മാറും. പിന്നീടുള്ളത് അർജുൻ അശോകൻ തൻ്റെ സേഫ് സോണുകളെല്ലാം പൊളിച്ചെഴുതിയിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം. പുള്ളിയും ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് നാടകീയമായിട്ട് തോന്നിയെങ്കിലും പിന്നെ സിനിമയുടെ പോക്കിനനുസരിച്ച് ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്കിൽസ് മലയാളം ഇൻഡസ്ട്രി ഇതേവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെന്നാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആക്ടിങ്ങിലൂടെ പുള്ളിക്ക് സിനിമയിൽ ചെയ്യാനുണ്ടെന്ന് ഈ ഒരു കഥാപാത്രത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഗംഭീര പെർഫോമൻസ് ആണ്. മമ്മൂക്കയ്ക്ക് ശേഷം ഈ ഒരു സിനിമയ്ക്കകത്ത് ഈ ഒരു സിനിമയുടെ ആ ഒരു ലൈഫ് നിലനിർത്തുന്നത് തന്നെ സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു പെർഫോമൻസ് ആണ്. ഗംഭീരമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ്, അത് ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചതാണെന്ന് ഞാൻ പറയും. കാരണം ആ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതേ കണക്ക് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡ് സഹായിച്ചിട്ടുണ്ട്. ഒരു ഭീതി നിറഞ്ഞ അന്തരീക്ഷം തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡ് സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പടം കളർ ടോണിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പം സിനിമ നന്നായി തന്നെ, പക്ഷെ ഇത്രയധികം ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും മികച്ച ഒരു ഡിസിഷൻ ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ ഒരു സിനിമ വരിക എന്നുള്ളത്. പക്ഷേ അതേപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് നിൽക്കുന്നതും ഈ ഒരു സിനിമയുടെ സ്ക്രീൻ റേഷ്യോ ആണ്. പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു റേഷ്യോയിലാണ്, എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ഒരു റേഷ്യോയിലാണ് സിനിമ വന്നിരിക്കുന്നത്. ഞാൻ സിനിമ കണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുകളിൽ ഒന്നായ രേവതി സിനിമാസിലായിരുന്നു. അപ്പം അത്രയും വലിയൊരു സ്ക്രീനിൽ നടുക്കത്തെ ഭാഗത്ത് മാത്രം, ഈ സൈഡുകളിൽ ബ്ലാക്ക് വന്നിട്ട് നടുക്കത്തെ ഭാഗത്ത് മാത്രം സീൻസ് വരുമ്പോഴത്തേക്കും ആദ്യമൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വലിയ പാടായിരുന്നു. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റും ആദ്യമേ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വലിയ പാടായിരുന്നു. പിന്നെ അങ്ങോട്ട് അതിനകത്ത് നമ്മളും കൂടെ ചേർന്ന് അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ക്രീൻ റേഷ്യോ ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ടോണും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു. കാരണം ഇതുവരെ കണ്ട് പരിചിതമല്ലാത്ത, ഇതുവരെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സാധനമാണ് മുന്നിൽ വരുന്നത്. അപ്പം അത് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു നൈറ്റ് സീനൊക്കെ വരുന്നപ്പോഴത്തേക്കും ഇത് പാളി പോകുമോ എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ സിനിമ അങ്ങോട്ട് പുരോഗമിക്കും തോറും നമ്മളും കൂടെ ആ ഒരു യൂണിവേഴ്സിനകത്ത്, ഭ്രമയുഗം എന്ന യൂണിവേഴ്സിനകത്ത് ആയിപ്പോകുന്ന പോലെയായിരുന്നു. മമ്മൂക്കയ്ക്കും അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഒക്കെ ഒപ്പം ഞാനും കൂടി ആ ഒരു യൂണിവേഴ്സിനകത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു മനക്കകത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പിന്നീട് സിനിമ അങ്ങോട്ട് പുരോഗമിക്കും തോറും എനിക്കുണ്ടായത്. കാരണം
പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് പുറത്ത് വരുന്നത് ഞാൻ തിയേറ്ററിലാണല്ലോ എന്നുള്ളൊരു ബോധം എനിക്ക് വന്നത് ഇന്റർവെല്ലിലാണ്. പിന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കളർ ടോണും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ്. ഈ രണ്ട് ഘടകങ്ങൾ, കളർ ടോണും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സിനിമയുടെ ഹൊറർ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട്, പ്രേതമോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ആ ഒരു ഹൊറർ അല്ലെങ്കിൽ ആ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് ഇത് രണ്ടും വലിയ രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ശരിക്കും മമ്മൂക്ക എന്തുവാ നിങ്ങൾ അഭിനയിക്കുന്നേ? ഓരോ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ഈ ഒരു പടത്തിൽ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ സാധിക്കത്തില്ല, കാരണം അതൊരു വലിയ 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 സ്പോയിലറായി പോകും. അത്തരത്തിലുള്ള ഒരു സ്പോയിലർ നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. മമ്മൂക്കയുടെ ഒരു മികച്ച പ്രകടനം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. അതിന് ഞാൻ പ്രോമിസ്. ഈ ഒരു സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്, അർജുൻ അശോകന്റെ ക്യാരക്ടർ അദ്ദേഹം അടിമച്ചന്തയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ചു വരുന്നത് മമ്മൂക്കയുടെ മനയിലേക്കാണ്. അവിടെ അകപ്പെട്ടു പോകുന്ന അർജുൻ അശോകൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ വരുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഉള്ള ശ്രമവും പിന്നെ അതുമായിട്ടുള്ള മിസ്റ്ററീസും ഒക്കെ സോൾവ് ചെയ്യുന്നതും ഒക്കെയാണ് സിനിമ. അത് കുറച്ച് ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മളിലേക്ക് എത്തിക്കുകയാണ് സിനിമ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന്റെ പകുതി വരേക്കും സിനിമ ഒരു സ്ലോ മോഡിലാണ് പോകുന്നത്. അതായത് എൻഗേജിങ് ആണ്. അടുത്തത് എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ആകാംക്ഷ ഉണ്ടെങ്കിലും വളരെ പതുക്കെയാണ് സിനിമ പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ വെച്ച് ഒരു ട്വിസ്റ്റ് റിവീൽ ആകും. അതിനുശേഷം സിനിമ പോകുന്ന പോക്ക്, ക്ലൈമാക്സ്, എന്റെ മോനെ, മമ്മൂക്കയുടെ പെർഫോമൻസ് മാത്രമല്ല, മമ്മൂക്കയും സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും ഗംഭീരമായിട്ട് തകർത്താടി അഴിഞ്ഞാട്ടം ലെവൽ പെർഫോമൻസ് ആണ് പിന്നീട് അങ്ങോട്ട് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ഒടിയൻ എന്ന സിനിമയ്ക്കകത്ത് ഞാൻ എന്ത് മിസ് ചെയ്തോ അതാണ് പിന്നീട് അങ്ങോട്ട് എനിക്ക് ലഭിച്ചത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് എനിക്കത് കിട്ടുന്നു, എനിക്ക് മനസ്സ് നിറച്ച് അത് കിട്ടുന്നു. ആ ഒരു ഹാപ്പിനെസ്സോടെയാണ് ഞാൻ തിയേറ്റർ വിട്ടു വന്നത്. ഈ ഒരു സിനിമ പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് മെറ്റീരിയൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഈ ഒരു സിനിമ മികച്ചതാക്കാനായിട്ട് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഒരു സാധനമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ ഡോൾബി 7.1 തിയേറ്ററിലൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണൊക്കെ ഒരിക്കലും ഒരു ചെറിയ സ്ക്രീനിൽ, മൊബൈലിലോ ടിവിയിലോ ഒന്നും നമുക്കതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതേ കണക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി 4K അല്ലെങ്കിൽ നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി ഉള്ള തിയേറ്ററും കൂടി ചൂസ് ചെയ്യുക. കാരണം ഈ ഒരു പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കുറച്ച് മങ്ങിയ സ്ക്രീനൊക്കെ ഉള്ള തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റിയും അതേ കണക്ക് സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ ഉള്ള തിയേറ്റർ ചൂസ് ചെയ്തിട്ട് ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുക. നിങ്ങൾക്ക് മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഇതിനകത്ത് നിന്ന് കിട്ടിയിരിക്കും. നിങ്ങളെ മമ്മൂക്ക വിസ്മയിപ്പിച്ചിരിക്കും, ഭ്രമിപ്പിച്ചിരിക്കും. ഗംഭീര സാധനമാണ് രാഹുൽ സദാശിവൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു കിടിലൻ ഹൊറർ ഫാന്റസി ഐറ്റം, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇതേപോലെ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ചതിൽ ഞാൻ വളരെ അധിക സന്തോഷത്തിലാണ്. കിടിലൻ പടം.